മൂന്നാം കൽപ്പന. ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നമ്മുടെ ആത്മാവിനെ ദൈവത്തിൽ നങ്കൂരമിടാൻ സഹായിക്കുന്ന ഓർമ്മപ്പെടുത്തലാണ് മൂന്നാം കൽപ്പന. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. നോമ്പുകാലം ഒരു മരുഭൂമി അനുഭവം കൂടിയായതുകൊണ്ട് ഈ കൽപ്പന നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് പുതിയൊരു അർത്ഥം നൽകുന്നു. സൃഷ്ടികർമ്മത്തിന് ശേഷം 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് നാം വായിക്കുന്നു. ഈ വിശ്രമം വെറുതെ ഇരിക്കലല്ല, മറിച്ച് തൻ്റെ സൃഷ്ടികളിൽ സന്തോഷിക്കാനും അവയോടൊപ്പം ആയിരിക്കാനുമുള്ള സമയമായിരുന്നു. നോമ്പുകാലത്ത് നാം ലൗകികമായ അധ്വാനങ്ങളിൽ നിന്നും അനാവശ്യമായ ഉത്കണ്ഠകളിൽ നിന്നും അല്പസമയം വിട്ടുനിൽക്കാൻ കടപ്പെട്ടവരാണ്. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്രമം കണ്ടെത്തുമ്പോഴാണ് നോമ്പ് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. കർത്താവിൻ്റെ ദിവസം വിശുദ്ധമായി ആചരിക്കുക എന്നാൽ അത് കേവലം വ്യക്തിപരമായ പ്രാർത്ഥനയല്ല, മറിച്ച് അതൊരു കൂട്ടായ്മയുടെ ആഘോഷമാണ്. തൻ്റെ പീഡാനുഭവവേളയിൽ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതിന് മുൻപ് ഈശോ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴം കഴിച്ചു. ആ സ്നേഹ കൂട്ടായ്മയുടെ ഓർമ്മ പുതുക്കലാണ് ഓരോ കർത്തൃദിനവും. ഈ നോമ്പുകാലത്ത് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും പിണക്കങ്ങൾ മറന്ന് സ്നേഹം പങ്കുവയ്ക്കാനും സമയം കണ്ടെത്തുന്നത് മൂന്നാം കൽപ്പനയുടെ ജീവസുറ്റ ആചാരമാണ്. ഈ നോമ്പുകാലത്ത് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞായറാഴ്ചകളിലെ തിരക്കുകൾ മാറ്റിവെച്ച് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ നാം മുൻഗണന നൽകുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥനകളും ബലിയർപ്പണങ്ങളും എന്നെ കൂടുതൽ സ്നേഹമുള്ളവനാക്കി മാറ്റുന്നുണ്ടോ? മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് കർത്താവിൻ്റെ ദിവസത്തെ ഞാൻ അർത്ഥപൂർണമാക്കുന്നുണ്ടോ? സമയത്തിൻ്റെ നാഥനായ ദൈവമേ, തിരക്കുപിടിച്ച ഈ ലോകത്തിൽ അവിടുത്തെ സന്നിധിയിൽ അല്പം ശാന്തമായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓരോ ഞായറാഴ്ചയും അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥനയിലൂടെയും കാരുണ്യ പ്രവൃത്തികളിലൂടെയും അവിടുത്തെ ദിവസം വിശദമായി ആചരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.